ഇതാ വീണ്ടും ഒരു സഭായോഗം. മൂന്നാം തലമുറ ആരാധനയ്ക്കായി തങ്ങളുടെ മാതാപിതാക്കളുടെ ഉപവാസത്തിനും കണ്ണീരിനും ഫലമായി ദൈവം അവരെ എല്ലാ രീതിയിലും മാനിച്ചു. വിദ്യാസമ്പന്നരായി ഇവർ ലോകത്തിലേക്ക് ഇറങ്ങി. അതിനാൽ ഇവർക്ക് ആത്മീയ മക്കളത് സംഭവിച്ചു. ഇതാ ആ കുടുംബത്തെ കാണുക. ആരാധനയിലെ ഉദാസീനത നിങ്ങൾ കാണുന്നില്ല. സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ യാത്ര ചെയ്ത് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ന്യൂ ജനറേഷൻ സഭായോഗത്തിലാണ്. ഇതാ ഒരു കുടുംബം ആരാധനയ്ക്കായി കടന്നു വരുന്നു. ഇവരുടെ വരവ് കണ്ടാൽ ഇവർ ആരാധനയ്ക്ക് തന്നെയാണോ വരുന്നതെന്ന് തോന്നിപ്പോകും. ആദ്യ മാതാപിതാക്കന്മാർ ദൈവവചനം മാറോട് ചേർത്ത് പിടിച്ച് പോയേക്കും നാം കണ്ടു. എന്നാൽ ഇവരെ നമ്മൾ നോക്കുക. കാര്യസാധ്യതയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കടന്നു വരുന്ന തലമുറ. നമ്മൾ യാത്ര ചെയ്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ വന്നു നിൽക്കുമ്പോൾ ആത്മിക ഗോളത്തിന്റെ അധപതനം എത്രമാത്രമെന്ന് മനസ്സിലാക്കാം. കുടുംബങ്ങളുടെ അകൽച്ചയും ശിഥിലീകരണവും ആത്മിക അധപതനവും എത്രമാത്രമെന്ന് ഇതിൽ നിന്നും വിശകലനം ചെയ്യാം. ഇനിയുള്ള തലമുറ എങ്ങനെയാണെന്ന് ആർക്കറിയാം. നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നം അവശേഷിക്കുകയാണ്. വിരാമങ്ങൾ 2:19 ഇപ്രകാരം പറയുന്നു: രാത്രിയിൽ ബ്രഹ്മാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കാം, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ ഭദ്രസന്ധിയിൽ പകരുക, വീതികളുടെ തലക്കുറുക്കിയും വിശപ്പുകൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവനിലേക്ക് കൈമലർത്തുക. മാതാപിതാക്കളെ, തലമുറകൾക്ക് വേണ്ടി നമുക്ക് കരയാം, നെടുമ്പാട് വീഴാം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കണേ. Yeah.